ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തെല്ലാ വിശേഷം? സുഖന്യ. അങ്ങനെ ഇതാ നമ്മൾ മൂന്നാമത്തെ ദിവസമായിട്ടാ നമ്മൾ മൂന്നാറിലേക്ക് ഇന്നലെ വൈകുന്നേരം ഒരു നൈറ്റ് മരുപിടി ടൈമിലായിരുന്നു കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ രാവിലെ അവിടെ അടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒരു തോട് പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഏലക്കായി. അങ്ങനെ നമ്മൾ പോകുന്ന വൈക്കത്തെ കാഴ്ചകളും പോകുന്നതും പിന്നെ കുറച്ച് അട്ട കടിക്കുന്നതും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. ഇനിയും വെറുതെ നമുക്ക് നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് ഗൈസ്. വെള്ളച്ചാടുന്നുണ്ടാ ഉപ്പിലെടുത്തോ പാൻറ് പൊക്കിയ നല്ല വെള്ളച്ചാട്ടത്തിന് വെള്ളം കുറവാണ് ഗായ്സ്. അട്ടയുണ്ട് ഗായ്സ്, അട്ട. ആഴുണ്ടെന്ന് നോക്കിയാൽ മുന്നേ പോയിട്ട് തോടല്ല ബിജോ
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായിന്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് നമ്മൾ പുറത്ത് ഓർഡർ ആക്കിയിട്ട് കഴിക്കാം എന്ന പ്ലാനാണ് ഉണ്ടായത്. അവിടെ എന്താ പറയുക, അങ്ങനെ നമ്മൾ ഒരു 9 മണി ആ ടൈമാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ആ സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായി. 9 മണി 10 മണിക്കുള്ളിൽ ഇറങ്ങിയിട്ടുണ്ടായി. അപ്പൊ വലിയൊരു സൗകര്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇരുന്നിട്ട് നല്ല അടിപൊളിക്ക് കഴിക്കാൻ കഴിയില്ല. അത് എല്ലാ സൗകര്യത്തിൽ ഒരു ആവറേജിൽ കഴിക്കാം, അതാ സംഭവം. പക്ഷെ നല്ല ഫുഡ് കാര്യമില്ലാതെ വേറെ പ്രശ്നമില്ല. ഈ ഒരു ചെറിയൊരു ഇതേയില്ല, വേറൊരു സീനുമില്ല സംഭവം. പിന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റില്ല. സംഭവം എന്ന് വെച്ചാൽ വേറൊരു ഓപ്ഷൻ ഇല്ല. Thank you. സൂപ്പറാന്ന് പറ. പൊട്ടിക്കണ്ട പടി വെരിയോനല്ല, ഇച്ചനോട് പാടണ്ടോ? കല്യാണമശരിലെ ഹിസാബ് കഴിഞ്ഞ് കതിരുവ തെളിഞ്ഞ് അന്തിമ നബിയുള്ള നടക്കുവാൻ തുണിഞ്ഞ് പലതായി മൊഴിഞ്ഞ് പിറകാല നബിമാരും സഹബരും നടന്ന് പലരുമ തുടർന്ന് പിറകുന്ന പടിയിൽ സിറപേറി കടന്ന് പോകുമെന്ന് നടന്ന് നടന്നെല്ലാം മനതിലെ പുലിതിലെ പകരായി നടവുറ്റ കല്യാണമേ. അങ്ങനെ നമ്മൾ നേരെ ഒരു ടീ ഫാക്ടറിയിലേക്കാണ് പോകുന്നുണ്ടായത്. നമ്മൾ ചായ കുടിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുക എന്ന പ്ലാനാണ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളില്ലേ, പൊട്ടുന്ന കടി അങ്ങനത്തെ എന്തെല്ലോ വാങ്ങിയിട്ടുണ്ടായിന്. അതെല്ലാം വാങ്ങി വണ്ടിയിൽ നിന്ന് തിന്നിട്ടുണ്ടായി. പിന്നെ നമുക്ക് അതിനുള്ള ടൈമില്ല, കാരണം ഇന്ന് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫുള്ള് എത്ര കവർ ചെയ്യാൻ പറ്റുന്നോ അത്രയും നമുക്ക് എല്ലായിടത്തും കണ്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടായത്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ചായപ്പൊടിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. ഞാൻ ഗ്രീൻ ടീ ആണ് വാങ്ങിയിട്ടുണ്ടായി. നമ്മൾ പുറക്കേക്ക് ചായപ്പൊടിയൊന്നും വാങ്ങിയിട്ടില്ല. ബാക്കി എല്ലാവരും ചായപ്പൊടിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബോട്ടിംഗ് അടാ. പോയി പോയി
പോയിട്ട് പായലിന് കുഞ്ഞിന് പേരെങ്കിൽ തോട്ടിലെല്ലാം കളിച്ചിട്ട് ചപ്പോ ചപ്പോ ഇതിങ്ങനെ കോടഞ്ഞാ പോ സാധനം ടിക്കറ്റ് എടുക്കണ്ടേ
നമുക്ക് വീട്ടിലെ വീട്ടിൽ പോവാം. നമ്മളിപ്പം പോയെന്ന് വെച്ചാൽ എക്കോ പോയിന്റിലാണ്. അവിടെ പോയി കുറേ കൂക്കി, എന്താ പറയുക, ആരെയും നോക്കിയിട്ടില്ല. നമ്മൾ നല്ലോണം കൂക്കി ഒച്ചപ്പാടാക്കി എക്കോ കേൾക്കുന്നുണ്ടാവുന്നുണ്ടോ നോക്കി. കേൾക്കുന്നുണ്ടായിന് കുറേ ഭാഗം. പിന്നെ നല്ല മഴയുണ്ടായിന്. ആ മഴയെ തന്നെ നമ്മൾ നഞ്ഞി കുറേ സമയം നമ്മൾ കൂക്കി അലറി വിളിച്ച്. എന്നിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം പർച്ചേസ് എല്ലാം ചെയ്ത് അവിടെ നിന്ന് പിള്ളേർക്ക് വേണ്ടതെല്ലാം ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോലായി. പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡിൻ്റെത് ചെറിയ ഇഷ്യൂ ആയിപ്പോയി. നമ്മൾ ഒരു പാർട്ടീനെ ആക്കുക ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവർ ഫുഡ് തായ്നാറ്റം എന്ന് വെച്ചാൽ ഇതൊരു ഇതല്ലേ, ചുരമല്ലേ, അപ്പോൾ അതിൻ്റെ തായ്നാറ്റം ഫുഡ് ഉണ്ടാക്കിയിട്ട് ഓർഡർ പിടിച്ചിട്ട് കൊണ്ടുവരുന്നതാണ്. അന്നേരം ഇവിടുത്തെ ഉള്ള ഹോട്ടൽസും അവർ വണ്ടി തടഞ്ഞിട്ട് കുഴപ്പാക്കി ഫുഡ് തരാൻ വിട്ടിട്ടില്ല. നമ്മളെപ്പോലെ തന്നെ കുറേ വണ്ടിക്കാരുണ്ടതിന്. ആർക്കും കിട്ടിയിട്ടില്ല എന്നല്ല, ഫുഡ് വേറെ എടുത്ത് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മൾ പോയ സ്പോട്ടും പിന്നെ നമുക്ക് റേഞ്ച് കിട്ടിയിട്ടില്ല. നമ്മൾ കുറച്ചപ്പുറത്ത് 2:30 ആകുമ്പോഴേക്ക് എത്താന്ന് പറഞ്ഞു. 1 മണി എന്നുള്ള 2:30. അതിൻ്റെ ഇടയിൽ പിന്നെ കുരങ്ങനെ നമുക്ക് എവിടെ നിന്ന് റേഞ്ച് കിട്ടിയില്ല. പരസ്പരം കുരങ്ങന്മാർ ഇവരാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പരസ്പരം അടിച്ചിട്ട് വണ്ടിൻ്റെ ഉള്ളിൽ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വർത്താനം പറഞ്ഞിട്ടുണ്ടായത്. ഇങ്ങനെ വെറുതെ തമാശക്ക് ഇതാക്കിയിട്ട് ഒരു എന്താ പറയുക, വെറുതെ ഇരിക്കുന്നല്ല, എന്തെങ്കിലും വേണ്ടേന്ന് വിചാരിച്ചിട്ട്. ഇതാ വട്ടവട, ഇതാ വട്ടവട, വട്ടവട എല്ലാം പക്കോട വട്ടവട. ഇല്ലാത്തൊരു പരിപാടി ഇല്ലാത്തത്. നമ്മുടെ പെണ്ണുങ്ങണിയൊന്നുമില്ലേ? ഓക്കെ.
നിങ്ങൾ ഞങ്ങളെക്കാട്ട് മുന്നേ നിന്നേറില്ല. ഒരു ഫോട്ടോ കൂടി എടുക്കാം. ഇക്കഴിഞ്ഞു പോയ സ്ഥലം ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് എന്നല്ല എനിക്ക് ഓർമ്മയേ ഇല്ല. ഒരു വ്യൂ പോയിൻ്റാണ്, ഒരു കൊക്ക പോലെ. പക്ഷെ അവിടെ നല്ല കോടയും മഞ്ഞും, പിന്നെ എന്താ പറയുക, കുത്തനെ കുറേ നടക്കാനുണ്ട്. വണ്ടി വെച്ച് കുറേ നടന്ന് അതിന് ശേഷം കുത്തനെ 2-3 ഇറക്കം, ഈ മറ്റേ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ടായിന്, അതിൽ ഇറങ്ങി പോയിട്ട് വേണം ആ ഒരു വ്യൂ പോയിന്റിലെത്താൻ. പിന്നെ അതിൻ്റെ മേലെ ആയിട്ട് എന്താ പറയുക, സ്റ്റെപ്പെല്ലാം ഇതാക്കിയിട്ട് ഒരു എന്താ ഏർമാടം പോലെ അങ്ങനെയെല്ലാം ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വ്യൂ എല്ലാം നോക്കാം. പിന്നെ കുറച്ച് ചന്ത, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വരലായി. പിന്നെ വരുന്ന വഴിക്ക് ഒരു ഏലത്തോട്ടം, തേയിലത്തോട്ടമില്ലേ, തേയിലത്തോട്ടത്തിൻ്റെ അവിടെ ഇറങ്ങി. അവിടെ നിന്നായിരുന്നു വിറ്റ്. രാവിലെ തുടങ്ങിയ അട്ടകടി ഇപ്പോഴും മാറിയില്ല ഗൈസ്. നമ്മൾ റിട്ടേൺ വരുന്ന വഴിക്കും അട്ടകടി തുടങ്ങി. റയ്യൻ അട്ടടിച്ച്, ഇപ്പം വരുമ്പം എൻ്റെ മാപ്പിളിനെ അട്ടകടിച്ച്, പിന്നെ ആരെയല്ലോ അട്ടകടിച്ചിന്. അവിടെ നിന്ന് 2-3 ആൾ അവിടെ നിന്ന് അട്ടകടിച്ചിട്ടുണ്ടായിന്. റിയാസ് കാക്കൻ അട്ടകടിച്ച്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഡാമിൻ്റെ അടുത്താണെന്ന് തോന്നുന്നത്, അവിടെയാണെന്നാണ് എൻ്റെ നിഗമനം. നമ്മൾ ലാസ്റ്റ് ഇവിടെയാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. നമ്മൾ ഈ പോയ ട്രിപ്പിൽ ഈ 3-ാമത്തെ ദിവസം നമുക്ക് ഭയങ്കരമായിട്ട് ഇതായിന്. കാരണം ഒട്ടും നമ്മൾ എവിടെയും പോവാത്ത പോലെ നമുക്ക് തോന്നിയത് ഈ ദിവസമായിരുന്നു, മൂന്നാറിലായിരുന്നു. വാഗമണിലെ 2 ദിവസം നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിന്. എല്ലായിടത്തും കവർ ചെയ്ത പോലെ ഫീൽ ചെയ്തിന്. ഈ 3-ാമത്തെ ദിവസം നമ്മൾ എവിടെയും പോകാത്ത പോലെ ഉണ്ടായിന്, വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായി. ഒന്നാമത് പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് എല്ലാവരും ടയേർഡായിന്. അങ്ങനെ ഡാമിൻ്റെ അവിടുത്തെ ചന്ത ഇല്ലേ, അവിടുന്ന് നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ടുണ്ടായി. ചായയും പഴംപൊരിയും മറ്റേ മുളക് ബജിയില്ലേ അത്, പിന്നെ മറ്റേ ഈ സ്പ്രിങ് പൊട്ടറ്റോ ഇല്ലേ, അതിൻ്റെ പേര്, സ്പൈറൽ പൊട്ടറ്റോ, അങ്ങനെ എന്തോ കുന്തം, അതെല്ലാം കഴിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കലായി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടായിന്. സമയം ഒരു 8 മണി 8:30 തോന്നുന്നത്. ആ ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്ന്. ഇനിയിപ്പം രാവിലെ നമ്മൾ നാട്ടിലെത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഇതാ ഗൈസ്, നമ്മൾ നാട്ടിലെത്തി. നമ്മൾ ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോന്ന് കഴിച്ചിട്ടുണ്ടായി. നമ്മൾ അൽഫാമ കഴിച്ചിട്ടുണ്ടായി കുറച്ച് ആൾക്കാരെല്ലാം.
അങ്ങനെ നമ്മളെ നാട്ടിലെത്തി. എവിടെയൊക്കെ എന്തൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തുമ്പോഴുള്ള ഒരു സുഖം അത് വേറെ തന്നെയാണ്. അങ്ങനെ നേരെ ബീച്ചിലേക്കായിരുന്നു പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ചിട്ട് പോകാൻ കഴിഞ്ഞ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആങ്ങളുടെ വൈഫിൻ്റെ ആങ്ങളെയാണ് കേട്ടോ. അമ്മായിര് മോളെ കൂട്ടാൻ വന്നിട്ടുണ്ടായതാണ് കേട്ടോ. ഇക്കാക്ക് വിശ്വാസവും ഇല്ല ഞാൻ യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഒരു പാട്ട് പാടിയാടാ, ഒരു പാട്ട് പാടി. മൂന്നാക്ക് പോകുന്ന ആരാക്ക് പോവാൻ കഴിയില്ല. അങ്ങനെ ഇതാ അവർ പോലായി, നമ്മളും പോലായി. ഇത്രയേ ഉള്ളൂ നമ്മളെ ടൂറിൻ്റെ വ്ളോഗെല്ലാം കഴിഞ്ഞിട്ട്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.